ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യാമോ? അത് ചലച്ചിത്ര താരങ്ങളാവട്ടെ, മോഡലുകളാവട്ടെ, ഈ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന സെലിബ്രിറ്റികളാവട്ടെ, സ്വന്തം ശരീരത്തെ സെക്ഷലൈസ് ചെയ്യുന്നത് അനുവദിക്കുകയാണ്, അല്ലെങ്കിൽ അതുവഴിയാണ് അവരുടെ കരിയർ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറുവശത്തു നിന്നുള്ള ആക്ഷേപം. ഒരു അധിക്ഷേപം നേരിട്ട വിഷയത്തിൽ, ഒരു അതിക്രമം നേരിട്ട വിഷയത്തിൽ അതൊരു മറുവാദമായി ഉന്നയിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ? ഒട്ടുമല്ല. അത് നമുക്ക് ഇവർക്ക് ഈ പറയുന്നവർക്ക് പോലും അറിയാവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർക്ക് വേറെ ഒരു വാദവും ഇല്ലാത്തത് കൊണ്ട് ഈ ഈ ഈ വാദവും ഉന്നയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ വാദം പറയുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അല്ലെങ്കിൽ ആ കൂട്ടങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉള്ള കണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും അത് കൺസ്യൂം ചെയ്യുന്നവരും എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഈ ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു സ്ത്രീക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ അവളെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിലോ അവളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം എന്ന് അവളുടെ തീരുമാനമാണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് മൈ ബോഡി മൈ റൈറ്റ്സിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ നമ്മൾ വായിക്കേണ്ട കാര്യമാണ്. ഈ സെക്ഷലൈസിങ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. ആ സെക്ഷലൈസിങ് എവിടെയാണ് നടക്കുന്നത്? നമുക്ക് ഇന്ന് കുറച്ച് മുമ്പേ രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി, ഒരു സ്ത്രീ നിരത്തിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ ഷർട്ടില്ലാതെ നടക്കുമോ, പുരുഷൻ നടക്കില്ലേത്. നമുക്കിവിടെയൊക്കെ മറയ്ക്കാൻ അവകാശം കിട്ടിയിട്ട് കുറെ വർഷങ്ങളാകാത്ത ഒരു നാടാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. അന്ന് ഈ ശരീരങ്ങളെല്ലാം സബോൾട്ടേൺ ആയിട്ടുള്ള കീഴാള ശരീരങ്ങളെല്ലാം സെക്ഷലൈസ് ചെയ്താണോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? ഒബ്സീനിറ്റിയും മൊറാലിറ്റിയും എന്നുള്ള ഈ പദങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് കാലാകാലമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 10 വർഷം മുമ്പേ നമുക്ക് ഒബ്സീനായിട്ട് തോന്നുന്ന കാര്യം ഇന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ 10 വർഷം മുമ്പത്തുള്ള മൂല്യബോധം അല്ല ഇന്ന് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഹണി റോസിന്റെ കാര്യം എടുത്താൽ നമ്മളെല്ലാം തന്നെ മുടി ചെയ്യുന്നില്ലേ? നമ്മളിൽ എത്ര പേര് ഡൈ ചെയ്യാത്തവരുണ്ട്, നമ്മളിൽ എത്ര പേര് പുരുക ഷേപ്പ് ചെയ്യാത്തവരുണ്ട്, നമ്മളിൽ എത്ര പേര് ലിപ്സ്റ്റിക് ഇടാത്തതുണ്ടായിരുന്നു, നല്ല വസ്ത്രം നമ്മൾ ധരിക്കുന്നില്ലേ? നമ്മളെല്ലാം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടി ഐഡിയൽ അല്ലെങ്കിൽ ഒരു സൗന്ദര്യ സങ്കല്പത്തിനോട് ചേർന്ന് നിൽക്കാൻ പല പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ അവളുടെ അവരുടെ ശരീര ഭംഗി കുറെ കൂടെ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നില്ല. ഈ സെക്ഷലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് കാഴ്ചക്കാരന്റെ കണ്ണിലാണ്, അല്ലെങ്കിൽ മെയിൽ ഗെയ്സിന്റെ പാർട്ടായിട്ടാണ് ഈ സെക്ഷലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പോട്ട് വെക്കുന്നത് ഒരു ബ്രാഹ്മണ്യ മൂല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പരിവർത്തിക്കുന്നത്, അതായത് സ്ലട്ട് ഷെയ്മിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ വാദങ്ങളിലാണെങ്കിലും നമ്മൾ കാണുന്നത് അതായത് വളരെ പഴഞ്ചനായിട്ടുള്ള ജീർണത ബാധിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണ്യ മൂല്യമാണ്. അതായത് ഒരു സ്ത്രീ അവളുടെ തന്നെ സെക്ഷുവാലിറ്റി, അതായത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കുറെ പുരുഷന്മാരുടെ കയ്യിൽ ഇരിക്കേണ്ട കാര്യമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അവളുടെ സെക്ഷുവാലിറ്റി അവൾ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതും അതിൽ നിന്ന് റവന്യൂ മേക്ക് ചെയ്യാൻ ഉള്ളൊരു സാധ്യത കണ്ടെത്തുന്നതും ഈ ഒരു പുരുഷ ബ്രാഹ്മണ്യ ബോധത്തിന് അതൊട്ടും ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോധം പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെയുള്ള സ്ത്രീയെ എനിക്ക് ദ്വയാർത്ഥ പ്രയോഗം ചെയ്യാം, അങ്ങനെയുള്ള സ്ത്രീയെ എനിക്ക് അശ്ലീല ചൊവ്വയോടെ നോക്കുകയും അങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാമെന്നുള്ള വരുന്നത്, ഇത് സ്റ്റെം ചെയ്യുന്നത് ഈ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കൽ ബോധത്തിൽ നിന്നാണ്. ഒരു സ്ത്രീക്ക് അവളുടെ സെക്ഷുവാലിറ്റിയുടെ മേൽ റൈറ്റ് ഉണ്ട്. അതിന് അത് യൂസ് ചെയ്ത് റവന്യൂ ഉണ്ടാക്കുന്ന നമുക്ക് റൈറ്റ് ഉണ്ട്. 2014 ദീപിക പടുക്കോളും ടൈംസ് ഓഫ് ഇന്ത്യയും തമ്മിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. അല്ല, ദീപിക പടുക്കോൾ വളരെ കൃത്യമായിട്ട് ട്വീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ദിസ് ഇസ് മൈ ക്ലീവേജ്, ഐ ഹാവ് എ റൈറ്റ് ടു ഷോ ഇറ്റ് എന്ന് പറയുകയുണ്ട്. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതൊരു നടിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സ്ത്രീകളുടെയും കാര്യത്തിൽ ഇങ്ങനെയാണ്. ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് ക്ലീവേജിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇന്ന ബോഡി പാർട്സിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് വന്ന ബോധ്യം കൊളോണിയൽ മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് വന്നതാണ്. അത് ഒരു സമയത്ത് ഈ ക്ലീവേജിനെ നമ്മൾ അല്ലെങ്കിൽ മറയ്ക്കാതെ നടന്നിരുന്ന എല്ലാ മനുഷ്യരെയും നമ്മൾ സെക്ഷലൈസ് ചെയ്ത് കണ്ടില്ലായിരുന്ന ഒരു കാലഘട്ടം, ഒരു 100 വർഷം പോലും നമുക്ക് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒബ്സീനിറ്റി എന്ന് വാദിക്കുന്ന രാഹുൽ ഈശ്വർ ഒബ്സീനിറ്റിയുടെ ചരിത്രം എന്താണെന്നും അതിന്റെ ലീഗൽ അർത്ഥങ്ങൾ എങ്ങനെയാണ് മാറിയതെന്നും എങ്ങനെയാണ് ചരിത്ര കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ വാട്ട് ഈസ് ഒബ്സീൻ, വാട്ട് ഈസ് മോറൽ എന്നുള്ളത് മാറി വരുന്നതെന്നും പഠിക്കണം. അദ്ദേഹം വീണ്ടും പറയുന്നത് അദ്ദേഹം നിയമ വിദ്യാർത്ഥിയാണെന്നാണല്ലോ. ഈ നിയമത്തിന്റെ റൂട്ട്സ് മനസ്സിലാക്കാതെ എങ്ങനെ ഒരു നിയമ വിദ്യാർത്ഥിയാകുമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ശരി.